പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് എക്സാലോജിക്കിനെ കൂടാതെ മറ്റൊരു കമ്പനിയിൽ കൂടി ഉടമസ്ഥത എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മെയ് 27-ന് നടന്ന റെയ്ഡിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരുള്ള കമ്പനിയുടെ രേഖകൾ കണ്ടെടുത്തു. ലേക്കർ കമ്പനിയുടെ അക്കൗണ്ടിലെ 15.57 ലക്ഷം രൂപ ഇഡി മരവിപ്പിച്ചു. അതേസമയം CMRL എക്സാലോജിക് ഇടപാടിൽ വീണ ടിയെ വെട്ടിലാക്കി ശശിധരൻ കർത്തയുടെ മൊഴിയുമുണ്ട്. വീണ CMRLന് സേവനം നൽകിയിട്ടില്ല എന്നാണ് കർത്ത 2024 ഏപ്രിൽ 17-ന് മൊഴി നൽകിയത്. വീണ നൽകാത്ത സേവനത്തിന്റെ ഇൻവോയ്സ് അടക്കം നിർമ്മിച്ചത് ഐഫോണിലെന്നും ഇഡി സൈഫുന്നിസ അലിയാരാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. സൈഫോ, ഇത് പുതിയ തെളിവുകൾ ഉണ്ടെന്ന് ഇഡി പറയുന്നു. അത് മറ്റൊരു കമ്പനി കൂടി വീണയ്ക്ക് ഷെയർ ഉണ്ട് എന്നാണ് പറയുന്നത്, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ പിണറായി വിജയൻ അക്കാര്യത്തിൽ പരിഹാസരൂപേണയുള്ള ചില മറുപടികളൊക്കെയാണ് നൽകുന്നത്. ഇതിപ്പോൾ സ്ഥിരീകരിക്കാൻ ഇഡി ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്, അല്ലാത്ത പക്ഷം ഇത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ശ്യാമിലി, ഇത് ഇഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ഇഡി നൽകിയ റിപ്പോർട്ടിലുള്ളതാണ്. ഈ മൊഴികളും ഈ പറയുന്ന വസ്തുതകളും വിവരങ്ങളും എല്ലാം തന്നെ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ എക്സാലോജിക് മാത്രമല്ല, വീണ ടിക്ക് മറ്റൊരു കമ്പനി കൂടി ഉണ്ട് എന്നുള്ളത്. അത് കമ്പനിയുടെ പേര് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ്. അതൊരു മരുന്ന് നിർമ്മാണ കമ്പനിയാണ്. ആ കമ്പനിയിൽ വീണ ടിക്ക് പങ്കാളിത്തമുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഇഡി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ വീണയുടെ പങ്കാളിത്തമുണ്ട്. ഇത് കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒപ്പം തന്നെ ഈ എക്സാലോജിക്കിന്റെ ഏകദേശം 27,000-ഓളം രൂപയും വീണ ടിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന HDFC ബാങ്കിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 1,37,000 രൂപയും കൂടാതെ തന്നെ ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ 15 ലക്ഷത്തോളം രൂപയുമാണ് ഇപ്പോൾ ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ശശിധരൻ കർത്തയുടെയും അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വീണ ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു മൊഴിയാണ് ശശിധരൻ കർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് 2024 ഏപ്രിൽ 17-ന് കൊടുത്ത മൊഴിയാണ്. ആ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2017 മുതൽ 2020 വരെ ഉള്ള കാലയളവിലാണ് ഏകദേശം 2 കോടിയിലേറെ രൂപ ഈ വീണ ടിയുടെ പേരിലുള്ള എക്സാലോജിക് കമ്പനിയിലേക്ക് ശശിധരൻ കർത്ത നൽകിയത്. ഈ പണം നൽകിയത് ഏതെങ്കിലും തരത്തിലുള്ള സേവനത്തിന്റെ പേരിലല്ല, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ എന്ന ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഈ പണം നൽകിയത് എന്നാണ് ശശിധരൻ കർത്ത 2024 ഏപ്രിലിൽ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. അതായത് ഒരു തരത്തിലുള്ള സേവനവും ഈ CMRL ലഭിക്കാതെയാണ് എക്സാലോജിക്കിന് ഇത്ര വലിയ തുക, ഈ വീണ ടിയുടെ പേരിലുള്ള എക്സാലോജിക്കിന് ഇത്ര വലിയ തുക നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2.78 കോടി രൂപയാണ് എക്സാലോജിക്കിന് CMRL നൽകിയിരിക്കുകയും ചെയ്യുന്നത്. 2024 ഏപ്രിൽ 17-നാണ് ഇത് സംബന്ധിച്ച ഒരു മൊഴി ശശിധരൻ കർത്ത നൽകിയത്. ഈ വീണ ടിയുടെ മൊഴിയിലും ഏതെങ്കിലും തരത്തിലുള്ള സേവനം നൽകിയിട്ടില്ല എന്ന തരത്തിലുള്ള മൊഴിയാണ് നൽകുന്നത്. പക്ഷേ ഇങ്ങനെ സേവനം നൽകി എന്ന് തെളിയിക്കുന്ന ചില രേഖകൾ തയ്യാറാക്കിയത് വ്യാജമായി വീണ ടി നിർമ്മിച്ചു എന്നും ഇഡി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് നിർമ്മിച്ചിരിക്കുന്നത് iPhone Pro Maxലാണ്. ഈ സേവനം നൽകിയതിനും ഈ സേവനത്തിൻ്റെ ചില രേഖകളും അടക്കമുള്ളവയാണ് ഈ ഫോണിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ട് എന്നും മൊഴികളുണ്ട് എന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് നിലവിൽ ഇഡി ഈ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്.